സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. വൈകിട്ട് 6 മണിക്കും രാത്രി 12നും ഇടയിൽ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ തീരുമാനമായി എടുത്തിട്ടുള്ളത്. പീക്ക് അവറിൽ ഹെവി ലോഡ് അപ്ലയൻസസുകൾ ഒഴിവാക്കണം എന്നതാണ് KECBയുടെ നിർദ്ദേശം. കേന്ദ്ര ഉൽപാദന നിലയങ്ങളിൽ നിന്നുമുള്ള വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിരുന്ന 200 മെഗാവാട്ടിന്റെ കുറവ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടും എന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, അതികഠിനമായ ചൂടാണ്, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുക എന്നതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ ഈ യുദ്ധമുണ്ടാക്കിയ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗമൊക്കെ വർദ്ധിച്ചു, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പോഴത്തെ ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം എന്നതാണ് KECB പറയുന്നത്. അഭിലാഷ്, അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നേരത്തെ ഇതൊക്കെ അപ്രതീക്ഷിതമായ സാഹചര്യമാണ്. യുദ്ധം ഉണ്ടാക്കിയ പ്രതിസന്ധി, അതല്ലെങ്കിൽ അതുമൂലം ഗ്യാസ് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം, പാചകവാതകം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം, അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ഈ മറ്റ് സംവിധാനങ്ങളെ കൂടി ആശ്രയിക്കുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു 12 ലക്ഷത്തോളം ഇൻഡക്ഷൻ കുക്കറുകളാണ് ഈ ഒരു കാലയളവിൽ വിറ്റുപോയത് എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വരുമ്പോഴും ഇൻഡക്ഷൻ കുക്കറുകൾ മാത്രമല്ല, ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ചൂടിനെ അതിജീവിക്കാൻ AC-യുടെ ഉപയോഗം കൂടുന്നു, അതല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗം കൂടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും അപ്രതീക്ഷിതമായി ഒരു ഉപയോഗം വന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കറണ്ട് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗമാണ്. പ്രത്യേകിച്ചും ഗ്യാസ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അത്തരം ഒരു സാഹചര്യത്തെ ആശ്രയിച്ചേ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും ഡാമുകളിൽ എത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൻ്റെ കണക്കനുസരിച്ച് ഈ പ്രതിസന്ധിയെല്ലാം മറികടക്കാനുള്ള ജലവൈദ്യുതോൽപാദനം നമുക്ക് ഉണ്ടാകാമായിരുന്നു എന്നുള്ള കണക്കുകൾ തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത്. ആ കണക്കനുസരിച്ചിട്ട് ഈ കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളം ഉൽപ്പാദിപ്പിച്ച ജലവൈദ്യുത ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഏകദേശം 1916 ദശലക്ഷം യൂണിറ്റാണ്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ 8399 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദനത്തിനുള്ള വെള്ളം ഡാമുകളിൽ സംഭരിച്ചിരുന്ന സാഹചര്യത്തിൽ പോലും ജനുവരി മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ താരതമ്യേന ഈ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് വിലക്കുറവാണ്. ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അത് വാങ്ങാതെ, അതായത് ഏപ്രിൽ മാസത്തിലാണ് ഈ ഉപയോഗം, താരതമ്യേന വേനൽക്കാലമാണ്, സ്വാഭാവികമായിട്ടും ഉഷ്ണകാലം, അങ്ങനെയൊക്കെ ചൂടിൻ്റെ ആധിക്യമൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാ വർഷവും ഈ ഒരു മധ്യവേനൽ അവധി കാലത്തൊക്കെ കറണ്ടിൻ്റെ ഉപയോഗം കൂടുതലാണ്. സ്വാഭാവികമായും കറണ്ടിൻ്റെ ഉപയോഗം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയും കൂടുതലാണ്. പക്ഷേ അതിനെ മീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താതെ ജനുവരി മുതൽ മാർച്ച് മാസം വരെയുള്ള ഉൽപ്പാദനം ആ സമയത്ത് ജലവൈദ്യുതി ഉപയോഗിക്കുകയും അതിന് പകരം ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ തിരിച്ച് അത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കാമായിരുന്നു. ഇടുക്കി ഉൾപ്പെടെയുള്ള വലിയ ജലാശയങ്ങളിലൊക്കെ നിറയെ വെള്ളമുണ്ടായിരുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സംഭരണശേഷി കൂടിയ ഡാമുകളാണ്, ചെറിയ ഡാമുകളിൽ മാത്രമാണ് വെള്ളം വന്നു നിറയുന്ന സാഹചര്യമുള്ളത്. ഇതൊക്കെ കണക്കിലെടുക്കാതെ, അതൊന്നും മുൻകൂട്ടി കാണാതെ ഇത്തരം, അതായത് ഈ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന, അപ്പോൾ യുദ്ധമുണ്ടായി, യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പാചകവാതക ലഭ്യത കുറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ പാചകത്തിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇൻഡക്ഷൻ കുക്കറുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, മറ്റു ഉപകരണങ്ങൾ, ഓവൻ ആകട്ടെ, അതല്ലെങ്കിൽ എയർ ഫ്രയർ ആകട്ടെ, അങ്ങനെ മറ്റു ഉപാധികളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ എത്തിച്ചേർന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടായത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആണ്. പലപ്പോഴും ആളുകളെ അറിയിക്കാതെ ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മൂവ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധവും വിമർശനവും. അതാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകൾ ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ മണിക്കൂറുകളോളം കറണ്ട് ഇല്ലാതിരുന്ന സാഹചര്യമൊക്കെ എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോഴും ആളുകൾ ഇതിനെതിരെ പ്രതിഷേധമാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ കാൽക്കുലേറ്റർ ചെയ്ത്, അതല്ലെങ്കിൽ മുൻവിധിയില്ലാതെ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലെ കറണ്ട് ഉപയോഗം എങ്ങനെയാണ് എന്നൊരു കാൽക്കുലേഷൻ ഇല്ലാതെ, ഡാമുകളിലെ ജലം ഉപയോഗിക്കാതെ, ജലവൈദ്യുത സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ ഇത്തരം ഒരു വലിയ ക്രൈസിസിലേക്ക് എത്തിച്ചത് ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്നുള്ള വിമർശനം രൂക്ഷമാണ്. അതേസമയം തന്നെ ഇന്ന് വൈദ്യുതി പറയുമ്പോഴും ഇൻഡക്ഷൻ കുക്കർ മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗവും ഗണ്യമായി കൂടിയിട്ടുണ്ട്. അതും ഒരു വലിയ
സാധ്യതയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കറണ്ട് ഉപയോഗത്തിന്റെ സാധ്യതയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കറണ്ട് ഉപയോഗം കൂടി എന്ന് പറയുന്ന അവസ്ഥയിലും നമുക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു, അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.